തുലാം രാശി. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മഹാവ്യാഴമാറ്റം നിങ്ങളുടെ കരിയറിലും പ്രശസ്തിയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒന്നാണ്. വ്യാഴം നിങ്ങളുടെ 10ാം ഭാവമായ കർമ്മസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നു. ജ്യോതിഷപ്രകാരം 10ാം ഭാവത്തിലെ വ്യാഴം എല്ലായ്പ്പോഴും ശുഭഫലങ്ങൾ മാത്രം നൽകുന്ന ഒന്നല്ല. 10ൽ വ്യാഴം വന്നാൽ 10 വിധം നേട്ടം എന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും അനുഭവത്തിൽ അത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുക. 10ാം ഭാവത്തിലെ വ്യാഴം ഭാഗ്യത്തേക്കാൾ ഉപരിയായി കർമ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുലാം രാശിക്കാർക്ക് ഇനിയുള്ള ഒരു വർഷം അത്ര ലളിതമായിരിക്കില്ല, മറിച്ച് ഗുണവും ദോഷവും കലർന്ന ഫലങ്ങളായിരിക്കും ലഭിക്കുക. കർമ്മസ്ഥാനത്ത് വ്യാഴം വരുമ്പോൾ ജോലിയിൽ അമിതമായ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. ഇത് മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം. ജോലി ഇല്ലാത്തവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. നിലവിൽ ജോലിയുള്ളവർക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള അംഗീകാരവും സ്ഥാനമാനങ്ങളും തേടിയെത്തും. ചിലർക്ക് താല്പര്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ജോലി മാറ്റമോ അല്ലെങ്കിൽ നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് മാറേണ്ടി വരുന്ന അവസ്ഥയോ ഉണ്ടാകാം. ജോലിസ്ഥലത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ തെറ്റായി വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സംസാരത്തിലും പെരുമാറ്റത്തിലും അതീവ ജാഗ്രത വേണം. തൊഴിൽ മേഖലയിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അനുഭവ സമ്പത്ത് വർദ്ധിപ്പിക്കാനും ഈ കാലയളവ് ഉപകരിക്കും. ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുതിയ ശാഖകൾ തുടങ്ങാനോ വിപുലീകരിക്കാനോ ഉള്ള മികച്ച സമയമാണിത്. വെറുതെ ഇരുന്നാൽ ഭാഗ്യം തേടി വരില്ല, പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ അതിന്റെ പൂർണ്ണ ഫലം ലഭിക്കാൻ വ്യാഴം സഹായിക്കും. പുതിയ പങ്കാളിത്തങ്ങൾ ലാഭകരമാകും. വരുമാനം വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ കടബാധ്യതകൾ തീർക്കാനും സമ്പാദ്യം തുടങ്ങാനും നിങ്ങൾക്ക് സാധിക്കും. വീട്ടിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാനും ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന പിണക്കങ്ങൾ മാറാനും ഈ കാലയളവ് സഹായിക്കും. സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും. ബാധ്യതകൾ കുറഞ്ഞു വരുന്നതായും കാണാം. ശത്രുവിനെ പരാജയപ്പെടുത്താനാകും. ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന എല്ലാ രോഗങ്ങൾക്കും ഒരു ആശ്വാസമുണ്ടാകുന്നതാണ്. ചികിത്സകൾ ഫലിച്ചു തുടങ്ങും. നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ വില ലഭിക്കുന്ന കാലമാണിത്. രാഷ്ട്രീയത്തിലോ കലാരംഗത്തോ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി വലിയ സ്ഥാനങ്ങൾ കൈവന്നേക്കാം. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും മികച്ച പിന്തുണ ലഭിക്കും. ശനി 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് വ്യാഴപ്രീതിയും ഭാഗ്യവും വർദ്ധിക്കാനുള്ള പരിഹാരങ്ങൾ നോക്കാം. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുകയോ ലളിതാ സഹസ്രനാമം ജപിക്കുകയോ ചെയ്യുന്നത് ഐശ്വര്യം നൽകും. പാവപ്പെട്ടവർക്കോ അനാഥാലയങ്ങളിലോ അന്നദാനം നടത്തുന്നത് കർമ്മദോഷങ്ങൾ നീങ്ങാൻ സഹായിക്കും. വെള്ള അല്ലെങ്കിൽ നേരിയ നീല നിറങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. അപ്പോൾ തുലാം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മഹാവ്യാഴമാറ്റം നിങ്ങൾക്ക് തളികയിൽ വെച്ച് ഭാഗ്യം നൽകുന്ന ഒരു കാലമല്ല, മറിച്ച് നിങ്ങളുടെ കഴിവിനെയും ക്ഷമയെയും പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. 10ാം ഭാവത്തിലെ വ്യാഴം നിങ്ങളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റും. ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങളോ താൽക്കാലികമായ തടസ്സങ്ങളോ കണ്ട് പിന്തിരിയരുത്. കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ള തുലാം രാശിക്കാർക്ക് ഈ വർഷം അവസാനത്തോടെ വലിയൊരു പാഠവും വിജയവും വ്യാഴം കരുതി വെച്ചിട്ടുണ്ട്. ഈശ്വരവിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ശുഭകരമായ ഒരു വർഷം ആശംസിക്കുന്നു. വൃശ്ചികം രാശി. വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്കാർക്ക് ഇനി വരുന്നത് സുവർണകാലമാണ്. നിങ്ങളുടെ രാശിയുടെ 9ാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നത്. ജ്യോതിഷത്തിൽ ഭാഗ്യസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്ന ഇവിടെ വ്യാഴം എത്തുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ഭാഗ്യം നിങ്ങളെ തേടി വരും. 12 വർഷത്തിന് ശേഷമുള്ള ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും പെട്ടെന്ന് നടപ്പിലാകും. ദൈവാനുഗ്രഹം പൂർണ്ണമായും കൂടെയുള്ള സമയമാണിത്. നിങ്ങളുടെ സ്വന്തം രാശിയായ വൃശ്ചികത്തിലേക്കും അതുപോലെ 3, 5 ഭാവങ്ങളിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായി തടസ്സങ്ങൾ മാറി ധാരാളം ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ വലിയ പുരോഗതിയും ഈ കാലയളവിൽ വൃശ്ചികം രാശിക്കാർക്ക് വന്നു ചേരും.
ഭാഗ്യഭാവമായ 9ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ധാരാളം ഗുണാനുഭവങ്ങളും ഭാഗ്യ അനുഭവങ്ങളും ആണ് വൃശ്ചികം രാശിക്കാർക്ക് വന്നു ചേരുന്നത്. അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്ന് ധനസഹായം ലഭിക്കും. പുതിയ വീട്, വാഹനം അല്ലെങ്കിൽ വസ്തു എന്നിവ വാങ്ങാൻ പറ്റിയ ഏറ്റവും മികച്ച സമയമാണിത്. അച്ഛനിൽ നിന്നോ പിതൃതുല്യരായ വ്യക്തികളിൽ നിന്നോ വലിയ സഹായങ്ങൾ ലഭിക്കും. കുടുംബസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം ഏറ്റവും അനുകൂലമാണ്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമായിരിക്കും ഈ വ്യാഴമാറ്റത്തിന് ശേഷം അനുഭവപ്പെടുക. സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കാനുള്ള ശക്തമായ സാധ്യതകൾ കാണുന്നു. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പും സ്നേഹവും നേടും. വിവാഹാലോചനകൾ സജീവമാവുകയും അനുകൂലമായ രീതിയിൽ മുന്നോട്ടു പോവുകയും ചെയ്യും. ഇതുവരെ വൈകിയിരുന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ സുഗമമായി സഫലമാകാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധത്തിലുള്ളവർക്ക് ഈ സമയം പ്രത്യേകമായി അനുഗ്രഹീതമാണ്. അവരുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാൻ അനുകൂലമായ സാഹചര്യം രൂപപ്പെടും. ഇതുവരെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ ക്രമേണ മാറി സന്തോഷവും ആത്മവിശ്വാസവും കുടുംബത്തിൽ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അനുഭവപ്പെടുക. സന്താനങ്ങളുടെ മുന്നേറ്റത്തിനായി ചില ശ്രമങ്ങളും ശ്രദ്ധയും ആവശ്യമായി വരുമെങ്കിലും അതിന്റെ ഫലം സന്തോഷകരമായിരിക്കും. സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുക, ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശനം നേടുക, വിവാഹയോഗം സഫലമാവുക എന്നിവ പോലുള്ള നേട്ടങ്ങൾ ലഭിച്ച് കുടുംബത്തിൽ ആനന്ദകരമായ അനുഭവങ്ങൾ നിറയും. നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ കൂടുതൽ വില കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഉയരും. ആരോഗ്യപരമായി ഗുണകരമായ മാറ്റങ്ങൾ അനുഭവപ്പെടുകയും ഇതുവരെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്യും. ഉദ്യോഗസ്ഥരായവർക്ക് പ്രമോഷനും അംഗീകാരവും ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മെഡിക്കൽ, സേവന മേഖലകൾ എന്നിവയിൽ പ്രത്യേക നേട്ടങ്ങൾ കാണാം. സാമ്പത്തികമായി വളർച്ചയും സ്ഥിരതയും കൈവരിക്കും. വരുമാനം വർദ്ധിക്കുകയും ആശയവിനിമയ ശേഷി മെച്ചപ്പെടുകയും ചെയ്യും. മാധ്യമരംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് അഭിനയം, അധ്യാപനം തുടങ്ങിയ മേഖലകളിൽ മറ്റുള്ളവരുടെ അംഗീകാരവും പ്രശംസയും ലഭിച്ച് തിളങ്ങാൻ സാധിക്കും. ബന്ധുക്കളുമായും സഹപ്രവർത്തകരുമായും സൗഹൃദപരമായ ബന്ധം പുലർത്തി മുന്നോട്ടു പോകാൻ കഴിയും. സ്പോർട്സ്, കലാരംഗം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ സജീവതയും നേട്ടങ്ങളും വർദ്ധിക്കും. തീർത്ഥാടനങ്ങൾക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും അനുകൂലമായ യോഗങ്ങൾ ഉണ്ടാകും. ഇത് മാനസിക ശാന്തിയും ആത്മീയ സമൃദ്ധിയും നൽകും. ഈ ഭാഗ്യകാലത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിനായി താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഉചിതമാണ്. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് തടസ്സങ്ങൾ നീക്കാൻ സഹായകരമാകും. വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെയോ ദക്ഷിണാമൂർത്തിയെയോ ഭജിക്കുന്നത് ഗുരുഗ്രഹത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും. ചുവപ്പ്, മഞ്ഞ എന്നീ നിറങ്ങൾ ധരിക്കുന്നത് അനുകൂലമായ ഊർജം ആകർഷിക്കാൻ സഹായിക്കും. വൃശ്ചികം രാശിക്കാർക്ക് ഇത് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന പ്രത്യേക കാലഘട്ടമാണ്. ആത്മവിശ്വാസത്തോടെ പുതിയ തുടക്കങ്ങൾ കുറിക്കാം. ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ടാകും. അത് വിവേകത്തോടെ ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും ഐശ്വര്യപൂർണവും സമൃദ്ധിയുമുള്ളതുമായ ഒരു വർഷം ആശംസിക്കുന്നു. അടുത്തതായി നമ്മൾ വിശകലനം ചെയ്യുന്നത് ധനുരാശിക്കാരുടെ, അതായത് മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗം ഈ വർഷത്തെ വ്യാഴമാറ്റ ഫലങ്ങളാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിയാധിപനും 4ാം ഭാവാധിപനുമായ വ്യാഴം 7ാം ഭാവത്തിൽ നിന്നും അഷ്ടമഭാവത്തിലേക്കാണ് മാറുന്നത്. സാധാരണഗതിയിൽ അഷ്ടമ വ്യാഴം വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് പറയാറുണ്ടെങ്കിലും ധനുരാശിക്കാർക്ക് ഈ മാറ്റം വലിയൊരു അനുഗ്രഹമായിട്ടാണ് അനുഭവപ്പെടാൻ പോകുന്നത്. പ്രത്യേകിച്ചും ആരോഗ്യരംഗത്ത് ഇതുവരെ നിങ്ങളെ വിടാതെ പിന്തുടർന്നിരുന്ന രോഗപ്രശ്നങ്ങൾക്കും മാനസിക വിഷമങ്ങൾക്കും ഈ മാറ്റത്തിലൂടെ വലിയൊരു ആശ്വാസം ലഭിക്കാൻ പോവുകയാണ്. അഷ്ടമഭാവത്തിൽ നിന്നുകൊണ്ട് വ്യാഴം നിങ്ങളുടെ 12, 2, 4 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ അർത്ഥം നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും കുടുംബ സമാധാനത്തിനും ഈ വ്യാഴമാറ്റം തുണയാകുമെന്നാണ്. ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണെങ്കിലും പേടിയില്ലാത്ത ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് ഈ വർഷത്തെ വരവേൽക്കാം. ധനുരാശിക്കാരുടെ കരിയർ, പ്രണയം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് വിശദമായി നോക്കാം.
അഷ്ടമ വ്യാഴമായതിനാൽ ജോലിസ്ഥലത്ത് ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും നിങ്ങളുടെ അധ്വാനത്തിന് മേലുദ്യോഗസ്ഥരിൽ നിന്ന് അംഗീകാരം ലഭിക്കും. ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കുമെങ്കിലും കൃത്യമായി ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. വ്യാഴത്തിന്റെ 4-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി പതിക്കുന്നതിനാൽ ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങും. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ കഠിനാധ്വാനം അനിവാര്യമാണ്. വ്യാഴത്തിന്റെ ദൃഷ്ടി 2-ാം ഭാവത്തിൽ, അതായത് ധനസ്ഥാനത്ത് പതിക്കുന്നതിനാൽ ധനസമ്പാദനത്തിന് പുതിയ വഴികൾ തുറക്കും. ബിസിനസ് രംഗത്തുള്ളവർക്ക് വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത വേണം. എന്നാൽ പാരമ്പര്യ സ്വത്തുക്കളിൽ നിന്നോ ഇൻഷുറൻസ് പോലുള്ള മേഖലകളിൽ നിന്നോ അപ്രതീക്ഷിത ലാഭം ഉണ്ടായേക്കാം. വ്യാഴത്തിന്റെ ദൃഷ്ടി 4-ാം ഭാവത്തിൽ, അതായത് സുഖസ്ഥാനത്ത് പതിക്കുന്നത് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരും. വീട് പുതുക്കി പണിയാനോ പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാനോ സാധിക്കും. പ്രണയബന്ധങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ഗുണം ചെയ്യും. പ്രാർത്ഥനകളും വഴിപാടുകളും വഴി വരാനിരിക്കുന്ന ചെറിയ തടസ്സങ്ങളെ പോലും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അഷ്ടമഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രാർത്ഥനകളും വഴിപാടുകളും വഴി വരാനിരിക്കുന്ന ചെറിയ തടസ്സങ്ങളെ പോലും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനായി ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വ്യാഴാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ്. വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോസിറ്റീവ് ഊർജം നൽകും. ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. കഴിയുന്നത്ര പാവപ്പെട്ടവർക്കോ വിദ്യാർത്ഥികൾക്കോ മഞ്ഞ നിറത്തിലുള്ള മധുരപലഹാരങ്ങളോ പഠന സാമഗ്രികളോ നൽകുന്നത് ഗുണകരമാണ്. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായ മോചനം ലഭിക്കാൻ ധന്വന്തരി മൂർത്തിയെ ഭജിക്കുന്നത് ഉത്തമമാണ്. അപ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം ഒരു മിശ്ര ഫലമാണ് നൽകുന്നത്. കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്ന ആരോഗ്യപരമായ ആശങ്കകൾക്ക് ഇനി വിട പറയാം. പേടിയില്ലാതെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും അല്പം ജാഗ്രത പാലിക്കുകയും ദൈവാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ ഈ അഷ്ടമ വ്യാഴം നിങ്ങളെ വലിയൊരു വ്യക്തിത്വമായി മാറ്റിയെടുക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന പോസിറ്റീവ് മാറ്റങ്ങളെക്കുറിച്ച് താഴെ കമന്റ് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പൊതുവായ ജ്യോതിഷ തത്വങ്ങളെയും ഗ്രഹമാറ്റങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് എല്ലാവർക്കും ഒരേപോലെ അനുഭവപ്പെടണമെന്നില്ല. ഓരോരുത്തരുടെയും ജനന സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥാനവും നടക്കുന്ന ദശാകാലങ്ങളും അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റം വരാവുന്നതാണ്. വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് സ്വന്തം ജാതകം കൂടി പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും.